ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെമ്മീൻ എന്ന നോവലിന് ജ്ഞാനപീഠം ലഭിച്ച മലയാളി സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ എ എസ്.കെ. പൊറ്റക്കാട്, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ സി എം.ടി. വാസുദേവൻ നായർ ആൻഡ് ഓപ്ഷൻ ഡി ഉണ്ണി ആർ. ശരിയുത്തരം ചെമ്മീൻ എന്ന നോവലിന് ജ്ഞാനപീഠം ലഭിച്ച മലയാളി സാഹിത്യകാരൻ ഓപ്ഷൻ ബി തകഴി ശിവശങ്കര പിള്ള. ഭാരതത്തിൻ്റെ ദേശീയഗാനം എഴുതിയത് ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആൻഡ് ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യ ഭാരതി. ശരിയുത്തരം ഭാരതത്തിൻ്റെ ദേശീയഗാനം എഴുതിയത് ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ. കേരള കാളിദാസൻ എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി ഉണ്ണുനീലി സംഹിതാകൃത് ആൻഡ് ഓപ്ഷൻ ഡി ചെറുശ്ശേരി. ശരിയുത്തരം കേരള കാളിദാസൻ എന്ന് വിളിക്കപ്പെടുന്നത് ഓപ്ഷൻ ഡി ചെറുശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ഓപ്ഷൻ എ കേരള സർവകലാശാല, ഓപ്ഷൻ ബി കാലിക്കറ്റ് സർവകലാശാല, ഓപ്ഷൻ സി കൊച്ചി സർവകലാശാല ആൻഡ് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി സർവകലാശാല. ശരിയുത്തരം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഓപ്ഷൻ എ കേരള സർവകലാശാല. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? ഓപ്ഷൻ എ സുകൃത ചൗധരി, ഓപ്ഷൻ ബി ജ്യോതി വാസു, ഓപ്ഷൻ സി ജ്യോതിർമയ ഗോവിന്ദർ രാജൻ ആൻഡ് ഓപ്ഷൻ ഡി അരുന്ധതി റോയ്. ശരിയുത്തരം കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ഓപ്ഷൻ എ സുകൃത ചൗധരി. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി പാടിയത് എവിടെ? ഓപ്ഷൻ എ 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ ബി 1947 ഡൽഹി പാർലമെൻറ്റ്, ഓപ്ഷൻ സി 1930 ലാഹോർ സമ്മേളനം ആൻഡ് ഓപ്ഷൻ ഡി 1950 ഭരണഘടനാ സഭ. ശരിയുത്തരം ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി പാടിയത് ഓപ്ഷൻ എ 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. കേരളത്തിലെ ഹൈക്കോടതി എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കോഴിക്കോട് ആൻഡ് ഓപ്ഷൻ ഡി പാലക്കാട്. ശരിയുത്തരം കേരളത്തിലെ ഹൈക്കോടതി ഓപ്ഷൻ ബി എറണാകുളം. വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ടത് ഏതു വർഷത്തോടാണ്? ഓപ്ഷൻ എ 1918, ഓപ്ഷൻ ബി 1924, ഓപ്ഷൻ സി 1932 ആൻഡ് ഓപ്ഷൻ ഡി 1940. ശരിയുത്തരം വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ടത് ഓപ്ഷൻ ബി 1924 വർഷത്തോടെയാണ്. കേരളത്തിൻ്റെ കടലാസ് നഗരം എന്ന് അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി കണ്ണൂർ ആൻഡ് ഓപ്ഷൻ ഡി
കൊല്ലം. ശരിയുത്തരം കേരളത്തിൻ്റെ കടലാസ് നഗരം. ഓപ്ഷൻ ബി കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കണ്ണൂർ ആൻഡ് ഓപ്ഷൻ ഡി വയനാട്. ശരിയുത്തരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ എ പാലക്കാട്. കേരള ഗീതം എഴുതിയത് ആര്? ഓപ്ഷൻ എ കെ കെ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി കുമാരനാശാൻ ആൻഡ് ഓപ്ഷൻ ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശരിയുത്തരം കേരള ഗീതം എഴുതിയത് ഓപ്ഷൻ ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ എ പ്രതിഭ പട്ടേൽ, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ആൻഡ് ഓപ്ഷൻ ഡി മീര കുമാർ. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ഓപ്ഷൻ എ പ്രതിഭ പാട്ടേൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ പമ്പ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി പെരിയാർ ആൻഡ് ഓപ്ഷൻ ഡി ചാലിയാർ. ശരിയുത്തരം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആര്? ഓപ്ഷൻ എ അന്ന ചാണ്ടി, ഓപ്ഷൻ ബി സുഹൃത ചൗധരി, ഓപ്ഷൻ സി ജ്യോതി വാസു ആൻഡ് ഓപ്ഷൻ ഡി കെ ആർ ഗൗരി. ശരിയുത്തരം കേരളത്തിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഓപ്ഷൻ എ അന്ന ചാണ്ടി. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്? ഓപ്ഷൻ എ വെമ്പനാട്, ഓപ്ഷൻ ബി അഷ്ടമുടി, ഓപ്ഷൻ സി പൊന്മട ആൻഡ് ഓപ്ഷൻ ഡി കായംകുളം. ശരിയുത്തരം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഓപ്ഷൻ എ വെമ്പനാട്. കേരളത്തിൻ്റെ കടൽപ്പാത നഗരം എന്ന് അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി ആലപ്പുഴ ആൻഡ് ഓപ്ഷൻ ഡി കൊല്ലം. ശരിയുത്തരം കേരളത്തിൻ്റെ കടൽപ്പാത നഗരം ഓപ്ഷൻ സി ആലപ്പുഴ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി പ്രതിഭ പട്ടേൽ ആൻഡ് ഓപ്ഷൻ ഡി മീര കുമാർ. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ വനിത ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. കേരളത്തിലെ സംസ്ഥാന മത്സ്യബന്ധന തുറമുഖം ഏത്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി ബേപ്പൂർ ആൻഡ് ഓപ്ഷൻ ഡി കൊല്ലം. ശരിയുത്തരം കേരളത്തിലെ സംസ്ഥാന മത്സ്യബന്ധന ഓപ്ഷൻ എ കൊച്ചി. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.